അൽഹംദുലില്ലാ, ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അതുപോലൊരു കാര്യമാണ് ഇത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി കണ്ടോളൂ. നീലഗിരി പാടന്തര മാർക്കസിൽ നടന്ന ഒരു സമൂഹ വിവാഹത്തിന്റെ വീഡിയോ ആണിത്. ഇത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയിട്ട്. അതിമനോഹരമായ ഒരു വീഡിയോ. ജാതിയോ മതമോ രാഷ്ട്രീയ പാർട്ടിയോ ഉയർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ എന്നൊന്നും ഇല്ലാതെ എല്ലാവരും വളരെ സ്നേഹത്തോടെ നടത്തിക്കൊടുത്ത ഒരു സമൂഹ വിവാഹം. ഇവിടെ എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിന് സാക്ഷിയായിട്ട് പള്ളികളും അമ്പലവും എല്ലാം അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിന് കുളിർമേകുന്ന ഒരു കാഴ്ച. ഞാൻ ആലോചിക്കുകയാണ്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ പോയി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓൺലൈൻ മീഡിയാസ്, ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, നമ്മുടെ ചാനലുകാർ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും ഒക്കെ ഉള്ള വീഡിയോസ് ഇടാറുണ്ട്. ഈ ഒരു കാര്യം നടന്നിട്ട് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു നല്ല ന്യൂസ് കൊടുത്തില്ല, നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തില്ല, നല്ല മാധ്യമങ്ങളിൽ ഇത് വന്നില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സമൂഹ വിവാഹം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. എങ്കിലും ഈ 850 കുടുംബങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് സ്വർണവും വസ്ത്രവും ഫുഡും എല്ലാം കൊടുത്ത് ജാതിയും മതവും ഒന്നും നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പം അത് നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ വീണ്ടും ഒത്തൊരുമിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തേണ്ട കാര്യമാണ്. ഈ ഒരു സമൂഹ വിവാഹത്തിന്റെ വീഡിയോ എത്ര പേർ ഷെയർ ചെയ്തു, എത്ര പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പറയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കിട്ടണം, എങ്കിലേ അത് ആൾക്കാർ കാണൂ, അതിനെക്കുറിച്ച് സംസാരിക്കൂ, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യൂ. ഇപ്പൊ രേണുസുതി ബാറിൽ പോയത് എന്തിന്? അലൻ ജോസ് പെരേര മന്തി കഴിച്ചത് കണ്ടോ? വെള്ളത്തിൽ വീണ ആ പെൺകുട്ടിയോട് ആ പയ്യൻ കാണിച്ചത് കണ്ടോ? ഇതുപോലുള്ള ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കും, അത് ഷെയർ ചെയ്യും. വെള്ളത്തിൽ വീണ പെൺകുട്ടിയെ ചിലപ്പോൾ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ടാവല്ലോ, അത് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നില്ലല്ലോ. ഇതുപോലുള്ള ന്യൂസുകളെ കുറിച്ച് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. 1000 റേപ്പ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ഒരാളുടെ ധൈര്യമാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. ഈ ലോകത്ത് ഒരുപാട് നന്മയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ കൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് പരിചയപ്പെടുത്തൂ. കാരണം നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ളവരിലേക്ക് നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി നമുക്കുണ്ട്. അതും കൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്യൂ. മനുഷ്യർക്കൊപ്പം ജീവിക്കാം.